സ്വരലയുടെ അജയനോട് ആദ്യം ഞാൻ നന്ദി വാക്ക് പറയുകയാണ്. അദ്ദേഹമാണത് ഏറ്റെടുത്ത് നടത്താമെന്ന് സംബന്ധിച്ച് എനിക്ക് പരിപാടി നടത്തി പരിചയമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്തില്ല. അദ്ദേഹത്തിന് ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഈ പരിപാടി കേൾക്കാൻ വന്നാൽ നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു MSV സാറിൻ്റെ പേരിൽ. പിന്നെ എല്ലാ മ്യൂസിഷ്യൻസ്, ഇപ്പോൾ വിദ്യാസാഗർ, ശരത്ത്, ശ്രീറാം, എല്ലാ മ്യൂസിഷ്യൻ, പിന്നെ എല്ലാ പാട്ടുകാരും, ഇന്ന് ഒരുപാട് പാട്ടുകാർ പാടാൻ വന്നിട്ടുണ്ട്. അവരോട് എല്ലാവരും, അല്ലെങ്കിൽ ഇന്നത്തെ മ്യൂസിഷ്യൻസ്, ഓർക്കസ്ട്ര വായിക്കുന്ന എല്ലാ മ്യൂസിഷ്യൻസിനോടും ഞാൻ നന്ദി പറയുന്നു MSV സാറിൻ്റെ പേരിൽ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഒരു വ്യക്തിയില്ല, അമ്മ സുശീലാമ്മയെക്കുറിച്ച് പറയാനാണ് ഞാൻ നോക്കുന്നത്. ഇതിപ്പോൾ MSV സാറ് വന്ന മലയാള സുശീലാമ്മ അവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഇതൊരു കർട്ടൻ റൈസർ മാത്രമേ ഉള്ളൂ ഈ പരിപാടി. ഈ ബാക്കി അടുത്ത പ്രതിമ, അത് കഴിഞ്ഞ് സ്മാരകം. സ്മാരകം എന്ന് പറഞ്ഞാൽ എലപ്പള്ളിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഞാനും ബാലമുരളിയും കൂടിയിട്ടാണ് ഇതിൻ്റെ പരിപാടിക്ക് ഞങ്ങൾ നടക്കാറ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എലപ്പള്ളി പോകാറുണ്ട്, സാറിൻ്റെ സ്ഥലവും പോയി കാണാറുണ്ട്. അപ്പോൾ അവിടെ 3 സെൻറ്റ് എന്നുള്ളത് അവർ നാട്ടുകാർ 20 സെൻറ്റ് തന്നിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. മലയാളം ഗാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ തമിഴ് ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ നല്ലതെന്ന് അഭിപ്രായങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടെ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആദ്യത്തെ പാട്ട് സുപ്രഭാതമാണ്. അത് ഞാൻ മറക്കില്ല. അദ്ദേഹത്തിൻ്റെ ആ പാട്ട് ഞാൻ പാടുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തുകൊണ്ടും തമിഴ് പാട്ടുകൾ കൂടുതൽ നിങ്ങൾ കേൾക്കണം. എന്തുകൊണ്ടാണ് മലയാളം പാട്ടുകൾ കൂടുതൽ പാടാത്തത് ഒരിക്കലും പറയരുത്. തമിഴ് പാട്ടുകളാണ്. നിങ്ങൾ സംഗീത പാട്ടിന് അങ്ങനെ ഭാഷയൊന്നുമില്ലല്ലോ. നിങ്ങളെല്ലാവരും അത് സ്വീകരിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. നമസ്കാരം.